സംസ്ഥാനത്ത് ലോക്സഭാ വോട്ടെടുപ്പിന് ഇനി ശേഷിക്കുന്നത് 30 ദിവസം. അടുത്ത മാസം ഇതേ ദിവസമാണ് വോട്ടെടുപ്പ്. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നാടെങ്ങും പ്രചാരണം ശക്തമായി. ചാലക്കുടി മണ്ഡലത്തിൽ നിന്നുമുള്ള പ്രചാരണ കാഴ്ചകളിലേക്ക്. ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ള നാടിന്റെ പ്രിയങ്കരനായ സാരഥി സഖാവ് ഇന്നസെന്റ്. പ്രാദേശികമായി ഉയർന്ന എതിർപ്പുകൾ മറികടന്ന് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് ഇന്നസെന്റ് മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി വാഹന പര്യടനത്തിന് തുടക്കമിട്ടു. കയ്പമംഗലം കൊടുങ്ങല്ലൂർ മേഖലകളിലൂടെയായിരുന്നു ആദ്യ പര്യടനം. കുടമടയാളത്തിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച പാർലമെന്റിലെത്തിയ ഇന്നസെന്റ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിയാണ് മുഖ്യ പ്രചാരണം. ക്യാൻസർ എന്ന് പറയുന്ന രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് 5 സ്ഥലങ്ങളിൽ നമ്മൾ ക്യാൻസറിന് മാമോഗ്രാം ചെയ്യാനുള്ള മിഷൻ 3 കോടി രൂപ ചെലവ് ചെയ്ത് നമ്മളത് സ്ഥാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുന്നണി കൺവീനറെ തന്നെ ഇറക്കി ശക്തമായ പ്രചാരണമാണ് UDF നടത്തുന്നത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് ബെന്നി ബെഹനാൻ. പ്രളയകാലത്തെ MP-യുടെ പ്രവർത്തനങ്ങളെ UDF സ്ഥാനാർത്ഥി രൂക്ഷമായി വിമർശിക്കുന്നു. ഇന്നസെൻ്റ് ആയിട്ടുള്ള അവകാശവാദമാണ്. അങ്ങനെ ഒരു വികസന പ്രവർത്തനം നടന്നതായിട്ട് ഇവിടെ MLA നിൽക്കുന്നു. അങ്ങനെ ഒരു വികസന പ്രവർത്തനം നടന്നതായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്. 5-6 കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി സെഗ്മെൻറ്റ്സിൽ ഇവിടെ വെള്ളപ്പൊക്കം ബാധിച്ചു. ആ സമയത്താണ് ഒരു പൊതുപ്രവർത്തകന്റെ ജനപ്രതിയുടെ പ്രതിബദ്ധത പ്രകടിപ്പിക്കേണ്ടത്, ആത്മാർത്ഥത പ്രകടിപ്പിക്കേണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും കുടുംബയോഗങ്ങളുമായി സജീവമായിരുന്നു BJP. വോട്ട് വർധന ലക്ഷ്യമിട്ട് പ്രചാരണം തുടങ്ങിയ AN രാധാകൃഷ്ണൻ ആത്മവിശ്വാസത്തിലാണ്. നരേന്ദ്രമോദിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ ബഹുഭൂരിപക്ഷത്തോടു കൂടി MP-മാർ വരുന്നു. അതിന് സഹായകരമായ രീതിയിൽ ചാലക്കുടിയിലെ പൊതുസമൂഹം ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നു. കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്ന ജനകീയ കൂട്ടായ്മ 2020 ഇടതു വലതു മുന്നണികൾ തുടരുന്ന നയത്തിൽ പ്രതിഷേധിച്ചാണ് മത്സരത്തിനിറങ്ങുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ലഭിക്കുമെന്ന് ഇവർ കണക്കുകൂട്ടുന്നു. DGP ജേക്കബ് തോമസ് 2020 വേണ്ടി കളത്തിലിറങ്ങിയേക്കുമെന്നാണ് സൂചന. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇന്നസെന്റ് രണ്ടാം ഊഴത്തിന് വോട്ട് ചോദിക്കുമ്പോൾ വലതുപക്ഷത്തോട് കൂറുപുലർത്തിയ പഴയ മുകുന്ദപുരം മണ്ഡലമാണ് ചാലക്കുടി എന്ന ആത്മവിശ്വാസത്തിലാണ് ബെന്നി ബെഹനാൻ സജീവമാകുന്നത്. പ്രളയം ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമാകുന്ന മണ്ഡലത്തിൽ 2020യും BJPയും എത്ര വോട്ട് പിടിക്കും? ചാലക്കുടിയിൽ നിന്ന് സുധി വിശ്വനാഥൻ, ന്യൂസ് 18.